വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പി എസ് സി പരീക്ഷകളിൽ ഫസ്റ്റ് ഘട്ടത്തിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിൻറ്റ്സ് ആണ് കേട്ടോ. രണ്ടാം ഘട്ട പരീക്ഷയിൽ പി എസ് സി പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടും, അതുപോലെ തന്നെ SCERT ക്ലാസ്സുകൾ, പുതിയ SCERT ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. ശരിയാണല്ലോ. 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിക്കുന്നത്. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. തെറ്റാണല്ലേ. 1905 1907 ഡോക്ടർ പൽപ്പു ആണോ? അല്ലല്ലോ, ഡോക്ടർ പൽപ്പു അല്ലല്ലോ, അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. അപ്പോൾ നമുക്ക് തെറ്റേതാണെന്ന് മനസ്സിലായി. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. ശരിയാണല്ലേ. 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. 1914 മന്നത്തു പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. NSS നായർ സർവീസ് സൊസൈറ്റി അല്ലേ. 1914 മന്നത്തു പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. അതും ശരിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അയ്യങ്കാളിയാണ് 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. SNDP യോഗത്തിനെ മാതൃകയിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ അയ്യങ്കാളിയാണ് 1907 എന്ത് സ്ഥാപിക്കുന്നത്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. SNDP യോഗത്തിൻ്റെ മാതൃകയിലായിരുന്നു ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. അപ്പം അയ്യങ്കാളി ജനിച്ചതെന്നാണ് 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ അയ്യങ്കാളി ജനിക്കുന്നത്. 1904 അദ്ദേഹം അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം ആരംഭിച്ചു. 1904 അദ്ദേഹം അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, ശരിയാണല്ലേ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ അയ്യങ്കാളിയുടെ പ്രധാന ഇതാണല്ലേ കോഴ്സാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. വെങ്ങാനൂരിലെ പൊതുവഴികളിലൂടെ അയ്യങ്കാളി വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് സാമൂഹിക വിലക്കുകൾ ലംഘിച്ചത് 1893. അപ്പോൾ വില്ലുവണ്ടി സമരം നടക്കുന്നതെന്നാണ്? 1893 വില്ലുവണ്ടി സമരം നടക്കുന്നത്. പഠിച്ചു വയ്ക്കുക. 1863 അയ്യങ്കാളി ജനിക്കുന്നത്. 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തുന്നത്. കല്ലുമാല സമരം നയിച്ചതാരാണ്? അയ്യങ്കാളിയാണല്ലേ. കല്ലുമാല സമരം നയിച്ചതുമാരാണ്? അയ്യങ്കാളിയാണ്. പെരിനാട് ലഹള, 90-ാം ആണ്ട് ലഹള എന്നിവ നയിച്ചതും ആരാണ്? അയ്യങ്കാളിയാണ്. പെരിനാട് ലഹള, 90-ാം ആണ്ട് ലഹള എന്നിവ നയിച്ചതും ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പം അയ്യങ്കാളിയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? 1863 അദ്ദേഹം എവിടെ ജനിക്കുന്നത്? വെങ്ങാനൂരിൽ ജനിക്കുന്നത് അല്ലേ. ഓഗസ്റ്റ് 28 ജനിക്കുന്നത്. 1904 അദ്ദേഹം മതസ്ഥർക്ക് മാത്രമായിട്ട് വിദ്യാലയം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കോട്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അതുപോലെ തന്നെ 1893 അദ്ദേഹം എന്താണ്? വില്ലുവണ്ടി സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കല്ലുമാല സമരം നയിച്ചതുമാരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നയിച്ചത്. പെരിനാട് ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ നയിച്ചത് ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയാലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് 1857 കലാപത്തിൻ്റെ ഫലമായി ഉണ്ടായത്? 1857 കലാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായത് ഏതാണ്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. എന്താണ് പറയുന്നത്? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് 1857 കലാപത്തിൻ്റെ ഫലമായാണ്. ശരിയാണ്.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. അതിലെ പ്രധാന കാരണമായിരുന്നു 1857 പ്രധാനമായിട്ടുണ്ടായൊരു സംഭവമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചതും ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തതും. ശരിയാണ്. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. അതും ശരിയാണ്. സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നെന്ന് പറയുന്നുണ്ടല്ലോ. തെറ്റാണല്ലേ? അപ്പോൾ നമുക്കിത് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 ഇതിൽ ശരി കേട്ടോ. ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രമാണ് ശരി. നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. 1857 കലാപത്തിൻ്റെ ഫലമായി 300-ലേറെ വർഷം പഴക്കമുണ്ടായിരുന്ന മുഗൾ രാജവംശത്തിന് പൂർണ്ണമായും അന്ത്യം കുറിക്കപ്പെട്ടു. അല്ലേ? 1857 കലാപത്തിൻ്റെ ഫലമായി എന്താ സംഭവിച്ചത്? 300-ലേറെ വർഷം പഴക്കമുണ്ടായിരുന്ന മുഗൾ രാജവംശത്തിന് പൂർണ്ണമായും അന്ത്യം കുറിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഘടനയും നയങ്ങളും മാറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഘടനയും നയങ്ങളും മാറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. സൈന്യത്തിൽ യൂറോപ്യന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഉയർന്ന തസ്തികകളിലെല്ലാം അവരുടെ കീഴിലാക്കുകയും ചെയ്തു. എന്താണ് പറയുന്നത്? ഈ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഘടനയും അല്ലേ ഇതുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഘടനയും നയങ്ങളും മാറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. സൈന്യത്തിൽ യൂറോപ്യന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഉയർന്ന തസ്തികകളിലെല്ലാം അവരെ കീഴിലാക്കുകയും ചെയ്തു. വിഭജിച്ച് ഭരിക്കൽ നയം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. കലാപം ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തി. വിഭജിച്ച് ഭരിക്കൽ നയം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. കലാപം എന്ത് ചെയ്തു? ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കലാപം ആധുനിക ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിന് വഴിതെളിച്ചു. ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിക്കുവാനും അവർക്കിടയിൽ ദേശീയബോധം വളർത്തുവാനും കലാപം പ്രധാന പങ്കുവഹിച്ചു. അപ്പോൾ ഈ കലാപത്തിന് ഫലമായിട്ടുണ്ടായ സംഭവങ്ങളാണല്ലേ പറയുന്നത്. വിഭജിച്ച് ഭരിക്കൽ നയം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. കലാപം ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ നിന്ന് സംഭവിച്ച വിള്ളൽ വീഴ്ത്താണ്. കലാപം ആധുനിക ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിന് വഴിതെളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ജനതയെ ഒന്നിപ്പിക്കുവാനും അവർക്കിടയിൽ ദേശീയബോധം വളർത്തുവാനും കലാപം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്റ്റിംഗ് പോയിട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ എന്നിവരെല്ലാം എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കളാണ്. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ. അപ്പോൾ എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹം? എന്തായിരുന്നു? അയിത്താചാരത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമായി അറിയപ്പെടുന്നതാണ് വൈക്കം സത്യാഗ്രഹം. അയിത്താചാരത്തിനെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമായി അറിയപ്പെടുന്നതാണ് വൈക്കം സത്യാഗ്രഹമാണ്. ഇനി വൈക്കം സത്യാഗ്രഹം നടന്നതെന്നാണ്? 1924 മുതൽ 25 കാലയളവിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോട്ടയം ജില്ലയിൽ. വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് അല്ലേ. 1924-25 സമയങ്ങളിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അയിത്താചാരത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡുകളിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കലായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡുകളിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കലായിരുന്നു. വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ് ടി കെ മാധവൻ. ടി കെ മാധവൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നേതാവ് ആരാണ്? ടി കെ മാധവനാണ്. 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ അയിത്താചാരത്തിൻ്റെ ദുരിതങ്ങളെപ്പറ്റി നിവേദനം നൽകിയത് ടി കെ മാധവനാണ്. അപ്പോൾ ടി കെ മാധവനാണല്ലേ ആദ്യമായിട്ട് ഏതാണ് കോൺഗ്രസ് സമ്മേളനം ചോദിക്കാലോ. 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിലാണ് കേരളത്തിലെ അയിത്താചാരത്തിൻ്റെ ദുരിതങ്ങളെപ്പറ്റി നിവേദനം നൽകിയത് ടി കെ മാധവൻ.
അയിത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്യാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 1924 ജനുവരി 24 യോഗം ചേർന്നത് എറണാകുളത്തായിരുന്നു. അയിത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്യാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 1924 ജനുവരി 24 യോഗം ചേർന്നത് എവിടെയാണ്? എറണാകുളത്താണ്. അയിത്തത്തിനെതിരായ പ്രചാരണത്തിനുണ്ടാക്കിയ കോൺഗ്രസ് കമ്മിറ്റി അറിയപ്പെട്ടിരുന്നത് കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ കമ്മിറ്റി എന്നാണ്. അയിത്തത്തിനെതിരായ പ്രചാരണത്തിനായിട്ട് ഉണ്ടാക്കിയ കോൺഗ്രസ് കമ്മിറ്റി അറിയപ്പെട്ടിരുന്നത് എന്താണ്? കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ എന്നാണ്. കോൺഗ്രസ് ഡെപ്യൂട്ടേഷനിലെ പ്രധാന നേതാക്കളായിരുന്നു പി കേശവമേനോൻ, കെ പിള്ള, കേളപ്പൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നിവർ. അപ്പോൾ ഈ കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ലൈറ്റത്തിനെതിരായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കമ്മിറ്റിയായിരുന്നു. അതിലെ പ്രധാന ആൾക്കാരായിരുന്നു പി കേശവമേനോൻ, കെ പിള്ള, കേളപ്പൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്നിവർ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1924 മാർച്ച് 30-നാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവാരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോഴോ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ഗോവിന്ദ പണിക്കർ, നായർ സമുദായാംഗമാണ് ഗോവിന്ദ പണിക്കർ. ബാഹുലയൻ ഈഴവ സമുദായാംഗമാണ്. കുഞ്ഞാപ്പി പുലയ സമുദായാംഗം എന്നിവരായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ സത്യാഗ്രഹികൾ ആരൊക്കെയാണ്? ഗോവിന്ദ പണിക്കർ, ബാഹുലയൻ, കുഞ്ഞപ്പി. ഗോവിന്ദ പണിക്കർ, ബാഹുലയൻ, കുഞ്ഞപ്പി എന്നിവരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ സത്യാഗ്രഹികൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് 73-ാം ഭേദഗതിയെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. 73-ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. 73-ാം ഭേദഗതി നിയമം എന്താണ്? പഞ്ചായത്തി രാജ് വ്യവസ്ഥ നിലവിൽ വരാൻ കാരണമായ നിയമമാണല്ലോ 73-ാം ഭേദഗതി നിയമം. ആ നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. നാഗാലാൻഡ്, അതുപോലെ തന്നെ മിസോറാം, ജമ്മു കാശ്മീർ, മേഘാലയ എന്നീ 4 സംസ്ഥാനങ്ങളിലും എന്താണ് 73-ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ്. നാഗാലാൻഡ്, മിസോറാം, മേഘാലയൻ, ജമ്മു കാശ്മീർ. ഇന്ത്യയിലാകമാനം പഞ്ചായത്തി രാജ് വ്യവസ്ഥ നിലവിൽ വരാൻ കാരണമായത് 73-ാം ഭരണഘടനാ ഭേദഗതിയാണല്ലേ. ഇന്ത്യയിലാകമാനം പഞ്ചായത്തി രാജ് വ്യവസ്ഥ നിലവിൽ വരാൻ കാരണമായത് 73-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനയുടെ 73-ാം ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 1993 ഏപ്രിൽ 20-നാണ്. അപ്പോൾ 73-ാം ഭേദഗതി പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 1993 ഏപ്രിൽ 20-നാണ്. 1959 ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? 1959 ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനാണ്. എന്ത് പ്രകാരം? 1959 പ്രകാരം. 1959 വരുന്നത്. 1959 ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. ഇതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഭരണഘടനാ സാധുതയെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. 73-ാം ഭേദഗതിയിലൂടെ 11-ാമത്തെ പട്ടികയാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. നമുക്കറിയാം 73, 74 ഭേദഗതി ഉണ്ടല്ലേ. 73-ാമത്തെ ഭേദഗതി പഞ്ചായത്തി രാജിനെ കുറിച്ചും 74 നഗരപാലിക നിയമത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് 73-ാം ഭേദഗതിയിലൂടെ 11-ാമത്തെ പട്ടികയാണ് കൂട്ടിച്ചേർത്തെങ്കിൽ 74-ാം ഭേദഗതിയിലൂടെ 12-ാമത്തെ പട്ടികയായിരുന്നു കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്.
ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുന്ന ആകെ വിഷയങ്ങൾ 29 എണ്ണമാണ്. അപ്പോൾ 11ാമത്തെ പട്ടികയിൽ എത്ര വിഷയങ്ങളുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 29 വിഷയങ്ങളാണുള്ളത്. ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243 വരെയുള്ളവയുടെ പ്രതിപാദ്യം പഞ്ചായത്തുകളാണ്. അപ്പോൾ ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പഞ്ചായത്തിൻ്റെ ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 243 മുതൽ 243 വരെയാണ്. 243 വരെയാണ് പഞ്ചായത്തിൻ്റെ ആർട്ടിക്കിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. പട്ടിക നമ്മൾ പറഞ്ഞു 11ാമത്തെയാണ്. ഭേദഗതി 73ാം ഭേദഗതിയാണെന്ന് പറഞ്ഞു. എത്രയാണ് 11ാമത്തെ പട്ടികയിൽ എത്ര വിഷയങ്ങളുണ്ട്? 29 വിഷയങ്ങളാണ് ഉള്ളത്. ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ 243 വരെയുള്ളവ ഉൾപ്പെടുന്നത് ഭാഗം 9ലാണ്. അപ്പോൾ പാർട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പഞ്ചായത്തി രാജിൻ്റെ പാർട്ട് ചോദിക്കുകയാണെങ്കിൽ പാർട്ട് 9 ആണ് അല്ലേ? പാർട്ട് 9ലാണ് വരുന്നത്. പട്ടിക ചോദിക്കുകയാണെങ്കിൽ 11ാമത്തെ പട്ടികയായിരുന്നു. അതിൽ 29 വിഷയങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ. ഇന്ത്യയിൽ നഗരപാലികാ നിയമം നടപ്പിലാക്കാൻ കാരണമായത് 74ാം ഭേദഗതിയാണ്. 74ാം ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യയിൽ നഗരപാലികാ നിയമം നടപ്പിലാക്കാൻ കാരണമായത്. 74ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക ഇതാണ്. 12ാം പട്ടികയാണ് നമ്മൾ പറഞ്ഞു അല്ലേ? മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 243 മുതൽ 243 വരെയാണ്. 243 മുതൽ 243 വരെയാണ്. നമ്മൾ പറഞ്ഞു പഞ്ചായത്തിന് എന്താ പറഞ്ഞത്? 243 മുതൽ 243 വരെയാണെന്ന് പറഞ്ഞു അല്ലേ? ബാക്കി 243 മുതൽ 243 വരെയാണ്. ജി വരെയാണ് എന്തെന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ അനുച്ഛേദം ചോദിക്കുകയാണെങ്കിൽ. അനുച്ഛേദം 243 മുതൽ 243 ജി വരെ ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം 9A. ഭാഗം പാർട്ട് 9Aയിലാണ് എന്ത് വരുന്നത്? നഗരപാലികാ നിയമത്തെക്കുറിച്ച് പറയുന്നത് പാർട്ട് 9Aയിലാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായിട്ട് വിവരിക്കുന്നത്? അപ്പോൾ എന്താണ് പറയുന്നത്? ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതി വിവരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എന്താണ് ടോപ്പോഗ്രാഫിക് മാപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? അവ കൃത്യമായ ഉയരത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിയില്ല. ടോപ്പോഗ്രാഫിക് മാപ്പുകളിൽ എന്താണ്? ഉയരത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് നൽകാം. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തത്സമയ മാറ്റങ്ങളൊന്നും കണക്കിലെടുക്കുവാനായിട്ട് ഇതുവഴി പറ്റില്ല അല്ലേ? അപ്പോൾ എന്താണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് വെച്ചാൽ? സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നവയാണ് ധരാതലീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണിവ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഈ ധരാതലീയ ഭൂപടങ്ങൾ. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവയെ പറ്റിയുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ഈ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പോഗ്രാഫിക് അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങളിൽ എന്താണ് പറയുന്നത്? ഭൂപ്രദേശത്തിൻ്റെ ഉയരം, ഭൂപ്രകൃതി, നദി, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ എന്നിവയെ പറ്റിയുള്ള വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. ഇനി ധരാതലീയ ഭൂപടങ്ങളുടെ പ്രധാന ഉപയോഗങ്ങൾ ഏതൊക്കെയാണ്? ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ, സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കാൻ, നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ചോദിക്കാം അല്ലേ? ഇല്ലാത്തത് ചോദിക്കാം. ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ പറ്റും. സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും അല്ലേ, അതുപോലെ തന്നെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കാൻ, നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്ത് ഉപയോഗിക്കാം? ഈ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം. ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല സർവേ ഓഫ് ഇന്ത്യക്കാണ്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല
ആർക്കാണ്? സർവേ ഓഫ് ഇന്ത്യക്കാണ്. രാജ്യസുരക്ഷ പരിഗണിച്ച് തന്ത്രപ്രധാനങ്ങളായ ഭൂപ്രദേശങ്ങളുടെ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്നത്? ഏത് പദ്ധതിയാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതൊക്കെയാണ്? നോക്കി നോക്കി, നമുക്ക് ഓപ്ഷനിലുള്ളത് 3, 4, 6, 5 ആണല്ലേ. അപ്പോൾ 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 1961 മുതൽ 66 വരെയാണ് 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഫസ്റ്റത്തെ 3 ആയിരുന്നു 1951 മുതൽ 1951 മുതലാണ് ഫസ്റ്റത്തെ പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. 1951 മുതലാണ്. അപ്പോൾ 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1961 മുതൽ 66 വരെയാണ്. പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സ്വയം പര്യാപ്തത, പ്രത്യേകിച്ചും ഭക്ഷ്യമേഖല, സമ്പദ്ഘടന എന്നിവയായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 1969 74 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 1969 മുതൽ 74 വരെയാണ്. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയായിരുന്നു മുഖ്യ ലക്ഷ്യങ്ങൾ. അപ്പോൾ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതാണ്? സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയായിരുന്നു മുഖ്യ ലക്ഷ്യങ്ങൾ. ഇനി 1974 മുതൽ 79 ആയിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 1974 മുതൽ 79 വരെയായിരുന്നു. ഗരീബി ഹട്ടാവോ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായിരുന്നത് പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗരീബി ഹട്ടാവോ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു പ്രധാന ലക്ഷ്യം. 1980 മുതൽ 85 വരെയായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. 1980 മുതൽ 85 വരെയാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു പ്രധാന ലക്ഷ്യം. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു 1980 മുതൽ 85 വരെ ഉണ്ടായിരുന്ന 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി 7ാം പഞ്ചവത്സര പദ്ധതി ഏത് കാലയളവിലാണ്? 1985 മുതൽ 90 വരെയാണ് 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധന എന്നിവ പ്രധാന ലക്ഷ്യങ്ങളാണ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 1992 മുതൽ 97 വരെയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? മാനവശേഷി വികസനമാണ്. മാനവശേഷി വികസനമാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന എന്തൊക്കെയാണ്? ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ് അല്ലെ. പ്രധാനമന്ത്രിയാണ് എപ്പോഴും നീതി ആയോഗിൻ്റെ ചെയർമാൻ ആയിരിക്കുക. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? പ്ലാനിംഗ് കമ്മീഷനെ പോലെ നീതി ആയോഗിനും സ്ഥിരമായ 5 വർഷത്തെ കാലാവധി ഉണ്ടെന്ന് പറയുന്നുണ്ട്. തെറ്റാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ട്. ശരിയാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. നീതി ആയോഗ് ഒരു സ്വയംഭരണ ഭരണഘടനാ സ്ഥാപനമാണ് അല്ലല്ലോ, ഒരു ഉപദേശാധികാരം മാത്രമാണല്ലോ ഇവർക്കുള്ളത്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ ബി 1, 3 മാത്രമാണ് നമ്മുടെ ശരിയില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ആസൂത്രണ കമ്മീഷൻ്റെ സ്ഥാനത്ത് 2015 ജനുവരി 1 നിലവിൽ വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ് അല്ലേ. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നായിരുന്നു? 1950 മാർച്ച് 15-നാണ് അല്ലേ. മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്? നേഷൻ
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് അല്ലേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നിയമിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നിയമിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗിരിയായിരുന്നു. ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. അതുപോലെ തന്നെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയായിരുന്നു. ഇനി ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. എന്നാൽ ആരാണ് CEO ചോദിക്കുകയാണെങ്കിൽ ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും സ്ഥിര അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും, ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്ഥിര അംഗങ്ങളും ഉണ്ടായിരിക്കും. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെ താൽക്കാലിക അംഗങ്ങളായിട്ട് നിയമിക്കുന്നുണ്ട്. താൽക്കാലിക അംഗങ്ങളും ഉണ്ടായിരിക്കും. എവിടെ നിന്നുള്ളവരാണ്? ഇതാണ് പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ളവരെ താൽക്കാലിക അംഗങ്ങളായിട്ടും നിയമിക്കുന്നുണ്ട്. 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളുമാണ് നീതി ആയോഗിലുള്ളത്. നീതി ആയോഗിൽ 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളുമാണ് നീതി ആയോഗിൽ ഉണ്ടായിരിക്കുക. പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് ഈ അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്ന ആരാണ്? പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തും കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ 6 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.